ദേശീയ നേതൃത്വത്തിലെ ഒരു വൻ നേതൃത്വപട തന്നെയാണ് അക്ഷഗണിപ്പടയോളം കരുത്തുമായി കേരളത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. വൻ ദേശീയ നേതാക്കളുടെ ഒരു പട തന്നെ കേരളം ലക്ഷ്യം വെച്ച് വരികയാണ്. ഇതിനിടയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഭിന്നതകൾ പരിഹരിക്കാനും കേരളത്തിൽ കോൺഗ്രസിന് പുതിയ ഊർജം നൽകുവാനുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസിക്ക് പുറമെ ഹൈക്കമാൻഡ് പ്രതിനിധി സംഘവും നേരിട്ട് ഇടപെടൽ നടത്തുമെന്നാണ് സൂചന ലഭിക്കുന്നത്. കർണാടകത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കരുത്തും മുഖവുമായ സച്ചിൻ പൈലറ്റ്, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും കേരളത്തിൽ ഭരണം ഉറപ്പാക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ ചുക്കാൻ പിടിക്കാൻ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ എത്തുകയാണ്. പാർട്ടിയുടെ സർക്കാർ വിരുദ്ധ പ്രചരണങ്ങളിൽ ആശയങ്ങൾ ക്രമീകരിക്കാനും അത് ജനമനസ്സുകളിൽ പ്രാവർത്തികമാക്കാനും ഇവർ മുൻകൈയെടുക്കും എന്നാണ് തീരുമാനം. വയനാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സച്ചിൻ പൈലറ്റ് നടത്തിയ രാഷ്ട്രീയ പ്രചരണ നീക്കങ്ങൾ യുവ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന പതിവ് ശൈലിക്ക് വിരുദ്ധമായി പ്രത്യേക പദ്ധതികളിലൂടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടന നടപടികൾ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ ഓരോ മണ്ഡലങ്ങളിലെയും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തയ്യാറെടുപ്പ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് രൂപം കൊടുത്ത വാർ റൂമിൽ തയ്യാറാക്കപ്പെടുന്ന യുദ്ധസന്നാഹങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്ന് ധാരണയായി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. വാർ റൂമിന്റെ കേന്ദ്രം എവിടെയെന്നോ വാർ റൂമിന്റെ അംഗങ്ങളോ ആർക്കും അറിയില്ല. രഹസ്യമായ ഒരു സങ്കേതത്തിലിരുന്ന് അജ്ഞാതമായ ഒരു പറ്റം രഹസ്യ ആസൂത്രകർ മർമ്മപ്രധാനമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയും സന്ദേശവാഹകർ വഴി അത് പ്രാവർത്തികമാക്കാൻ നിയോഗിക്കപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും അത് പ്രവർത്തകരിൽ വിന്യസിപ്പിക്കുകയുമാവും ചെയ്യുക. അങ്ങനെ അതിനൂതനവും രഹസ്യാത്മകതയുമുള്ള തന്ത്രങ്ങൾ അതീവ സൂക്ഷ്മതയോടെ നടപ്പിലാക്കി ഭരണം പിടിച്ചെടുക്കാനുള്ള നിതാന്ത ജാഗ്രതയിലാണ് കോൺഗ്രസ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ കേരളത്തിലും ദേശീയ തലത്തിലും ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ്.